we are going to discuss about cyber security. Cyber security is the practice of defending computers, servers, mobile devices, electronic systems, networks, and data from malicious attacks. Security to computer networks is vital because important data can be lost and privacy can be violated. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ വേണ്ട സെക്യൂരിറ്റിയാണ് സൈബർ സെക്യൂരിറ്റി. കാരണം ഇൻ്റർനെറ്റ് നിലവിൽ വന്നതോടുകൂടെ ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അതോടുകൂടെ തന്നെ നമ്മളുടെ കയ്യിലുള്ള പ്രൈവസി വരെ നഷ്ടപ്പെടാൻ ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇൻട്രൂഡേഴ്സ് നുഴഞ്ഞു കയറി നമ്മളുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡാറ്റ വരെ ചോർത്തിയെടുക്കാനുള്ള കഴിവ് ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി ഈസ് വൺ ഓഫ് ദ essential security system needed for all electronic devices connected to the network. ഏതൊക്കെ തരത്തിൽ നമുക്ക് അല്ലെങ്കിൽ ഏതൊക്കെ അതിക്രമങ്ങളാണ് സൈബർ ലോകത്ത് ഉണ്ടാവുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. സോ ദ കോമൺ ത്രെറ്റ് ദാറ്റ് എഫക്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആർ, നമ്മളെ സൈബർ ലോകത്തെ അറ്റാക്ക് ചെയ്യുന്ന ത്രെറ്റുകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വൈറസ്, വേം, ട്രോജൻ ഹോഴ്സ്, ഹാക്കിംഗ്, ഫിഷിംഗ്, ഡോസ് അറ്റാക്ക്. സോ ഒരുപാട് ത്രെറ്റുകളിൽ നിന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് അറ്റാക്സ് ആണ്, അല്ലെങ്കിൽ കുറച്ച് മാലീഷ്യസ് ആയിട്ട് നമ്മളെ നെറ്റ്വർക്ക് സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കുന്ന കുറച്ച് ത്രെറ്റുകളെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ വൈറസ് ഈസ് എ മാലീഷ്യസ് പ്രോഗ്രാം ഡിസൈൻ ടു സ്പ്രെഡ് ഫ്രം ഡിവൈസ് ടു ഡിവൈസ്. കമ്പ്യൂട്ടർ വൈറസ് ഇസ് എ പ്രോഗ്രാം, അതൊരു സാധാ പ്രോഗ്രാം അല്ല, ഇറ്റ് ഇസ് എ മാലീഷ്യസ് പ്രോഗ്രാം. സിസ്റ്റത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ളൊരു പ്രോഗ്രാമാണിത്. ഇത് മറ്റുള്ള ഡിവൈസിലേക്ക് സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ബയോളജിക്കൽ വൈറസ് അല്ല, ഇറ്റ്സ് എ കമ്പ്യൂട്ടർ വൈറസ്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ പ്രോഗ്രാം. പക്ഷേ ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാലീഷ്യസ് പ്രോഗ്രാം ഡിസൈൻ ടു സ്പ്രെഡ് ഫ്രം ഡിവൈസ് ടു ഡിവൈസ്. മറ്റുള്ള ഡിവൈസിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് മറ്റുള്ള സിസ്റ്റത്തെ വരെ തകരാറിലാക്കാൻ കഴിവുള്ള ഒരു പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ വൈറസ്. എ വൈറസ് മൈറ്റ് കറപ്റ്റ് ഓർ ഡിലീറ്റ് ഡാറ്റ ഓൺ അവർ കമ്പ്യൂട്ടർ ഓർ ഈവൻ ഇറേസ് എവറിത്തിങ് ഇൻ ദ ഹാർഡ് ഡിസ്ക്. ഒരു കമ്പ്യൂട്ടർ വൈറസിന് നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഡാറ്റയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ കറപ്റ്റ് ചെയ്യാനോ ഉള്ള കഴിവുണ്ട്. ഈവൻ അതെന്ത് ചെയ്യാം, മൊത്തം ഡാറ്റയെ വരെ ഇറേസ് ചെയ്ത് കളയാനുള്ള കഴിവ് ഈ ഒരു പ്രോഗ്രാമിനുണ്ട്. എ വൈറസ് മേ എക്സിസ്റ്റ് ഓൺ എ കമ്പ്യൂട്ടർ ബട്ട് ഇറ്റ് കനോട്ട് ഇൻഫെക്ട് ദ കമ്പ്യൂട്ടർ അൺലെസ് ദിസ് മാലീഷ്യസ് പ്രോഗ്രാം ഈസ് റൺ ഓർ ഓപ്പൺഡ്. ഒരു കമ്പ്യൂട്ടർ വൈറസ് നമ്മളുടെ സിസ്റ്റത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിലോ കടന്നുകൂടിയാലും അത് ഓട്ടോമാറ്റിക്കലി അത് വർക്കാവില്ല. നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് റൺ ചെയ്താലോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്താലോ മാത്രമേ ആ വൈറസ് അതിൻ്റെ തനി സ്വഭാവം പ്രവർത്തിക്കുള്ളൂ. അതായത് അത് നമ്മുടെ സിസ്റ്റത്തിലെ ഡാറ്റയോ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈവൻ സിസ്റ്റത്തെ വരെ ഹാങ് ആക്കാൻ കഴിവുള്ള ഒരു മലീഷ്യസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ വൈറസ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്യുകയോ ചെയ്യാം അല്ലെങ്കിൽ റൺ ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. വൈറസസ് സ്പ്രെഡ് when the file they are attached to is transferred from one computer to another using a portable storage media, file sharing or through email attachments. അപ്പോൾ മറ്റൊരു സിസ്റ്റത്തിലേക്ക് അത് തന്നെത്താൻ സ്പ്രെഡ് ആവുന്നതല്ല. ഈ വൈറസ് പ്രോഗ്രാം മറ്റുള്ള പ്രോഗ്രാമുകളുടെ കൂടെ അറ്റാച്ച് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു വൈറസ് ഉള്ള സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പോർട്ടബിൾ സ്റ്റോറേജ് മീഡിയാസ് ലൈക്ക് USB ഡ്രൈവോ അല്ലെങ്കിൽ പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്താണ് അത് സ്പ്രെഡ് ആവുന്നത്. അതേപോലെ ഫയൽ ഷെയർ ചെയ്യുന്ന സമയത്തും ഈ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടായിരിക്കാം വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വൈറസ് ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, സോ മോസ്റ്റ് കോമൺ വൈറസുകൾ ഒരുപാട് വൈറസ് നിലവിലുണ്ട്. അതിൽ ചില വൈറസുകളാണ് ഐ ലവ് യു വൈറസ്, മൈഡോം, നിംഡ etc. are some examples for computer virus. So a virus is nothing but a program. It's a malicious program designed to corrupt or delete our data or even erase our data. നമ്മളെ സിസ്റ്റത്തിലെ ഡാറ്റ ഇറേസ് ചെയ്യുകയോ നശിപ്പിക്കുകയോ ഡിലീറ്റ് ചെയ്യാനോ കഴിവുള്ള ഒരു പ്രോഗ്രാമാണ് വൈറസ്. ഇറ്റ് സ്പ്രെഡ് ഫ്രം വൺ ഡിവൈസ് ടു അനദർ ത്രൂ
പോർട്ടബിൾ സ്റ്റോറേജ് മീഡിയ ഓർ ഫയൽ ഷെയറിംഗ് ഓർ ത്രൂ ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്. ഇങ്ങനെയാണ് ഒരു വൈറസ് മറ്റൊരു ഡിവൈസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. സോ എ കമ്പ്യൂട്ടർ വൈറസ് ഇസ് എ ത്രെറ്റ്. രണ്ടാമത്തെ ത്രെറ്റാണ് വേം. എ കമ്പ്യൂട്ടർ വേം is a malicious program that replicates itself in order to spread to other computers. സോ ഈ വൈറസിൻ്റെ പ്രത്യേകത, വൈറസ് അത് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവില്ല. നമ്മൾ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുകയോ ഓപ്പൺ ചെയ്താലേ ആ വൈറസ് എന്താവുള്ളൂ, അത് ആക്റ്റീവ് ആവുള്ളൂ. ഈ വേം അതിനേക്കാൾ ഒരു അപകടകരമാണ്, വൈറസിനേക്കാൾ അപകടകാരിയായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് കമ്പ്യൂട്ടർ വേം. കാരണം അത് ഓട്ടോമാറ്റിക്കലി വിഭജിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം ഒരു പ്രോഗ്രാമായിരിക്കും, പിന്നെ 2 ആവും, 4 പ്രോഗ്രാമാവും. ഇങ്ങനെ അത് തന്നെത്താൻ റെപ്ലിക്കേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം ഫയൽസിൻ്റെ എണ്ണം കൂടി സ്വാഭാവികമായും നമ്മുടെ മെമ്മറിയെ തന്നെ അത് ജാമാക്കി സിസ്റ്റത്തെ ക്രാഷ് ആക്കാൻ കഴിവുള്ള ഒരു മാലീഷ്യസ് പ്രോഗ്രാമാണ് വേം. വേം സ്പ്രെഡ് ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഓൺ ഇറ്റ്സ് ഓൺ. തന്നെത്താൻ തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു കഴിവ് വേമിനുണ്ട്. Unlike a virus, it does not need to attach itself to a program to propagate. ഇപ്പോൾ വൈറസ് സ്പ്രെഡ് ചെയ്തത് നമ്മൾ ചിലപ്പോൾ അതിൽ യൂസ് ചെയ്ത ഫയൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടായിരിക്കാം, ഫയൽ ട്രാൻസ്ഫർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ പോർട്ടബിൾ സ്റ്റോറേജ് മീഡിയ വഴിയായിരിക്കാം. പക്ഷേ വേം അങ്ങനെയല്ല, ഇറ്റ് സ്പ്രെഡ് ഇറ്റ്സ് ഓൺ. വേം ഓൾവേസ് സ്ലോ ഡാറ്റ ട്രാഫിക് ഓൺ ദ നെറ്റ്വർക്ക് ബൈ കൺസ്യൂമിങ് ബാൻഡ്വിഡ്ത്ത്. ഇപ്പോൾ വേം ചെയ്യുന്നത് അത് റെപ്ലിക്കേറ്റ് ചെയ്ത് അതിങ്ങനെ ഇരട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡാറ്റ ട്രാഫിക് ജാമാവും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എണ്ണമായിരിക്കും കൂടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ ബാൻഡ്വിഡ്ത്ത് എല്ലാം കുറയും, സ്ലോ ആയിരിക്കും. സിസ്റ്റത്തിൻ്റെ മെമ്മറി വരെ ക്രാഷ് ചെയ്ത് ഫുള്ളായി കഴിയും. കാരണം ഇതിങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് 416 ആവും, 32 ആവും. അതിങ്ങനെ റെപ്ലിക്കേറ്റഡ് ഇരട്ടിച്ച് മെമ്മറിയെ തന്നെ സിസ്റ്റത്തെ തന്നെ ക്രാഷ് ആക്കാനുള്ള കഴിവ് ഈ ഒരു പ്രോഗ്രാമിനുണ്ട്. So it is also, computer worm is a malicious program. It replicates itself in order to spread to other computers. Trojan horse, another threat. സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്ന, നെറ്റ്വർക്കിനെ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു ത്രെറ്റാണ് ട്രോജൻ ഹോഴ്സ്. എ ട്രോജൻ ഹോഴ്സ് വിൽ അപ്പിയർ ടു ബി എ യൂസ്ഫുൾ സോഫ്റ്റ്വെയർ but will actually do damage once installed or run on the computer. ഈ ട്രോജൻ ഹോഴ്സിൻ്റെ പ്രത്യേകത, ഇത് നമുക്ക് ഫീൽ ചെയ്യും ഇറ്റ് ഇസ് എ യൂസ്ഫുൾ പ്രോഗ്രാം അല്ലെങ്കിൽ യൂസ്ഫുൾ സോഫ്റ്റ്വെയർ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് നമുക്ക് ഇതിനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അതെന്താ ചെയ്യുന്നത് വെച്ചാൽ വൺസ് ഇറ്റ് ഈസ് ആക്റ്റീവ്, അത് നമ്മുടെ സിസ്റ്റത്തെ തന്നെ ഡാമേജ് ആക്കാൻ കഴിവുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ട്രോജൻ ഹോഴ്സ്. When a Trojan is activated on a computer, they can cause serious damage by deleting files and destroying information on the system. അപ്പോൾ ഈ ട്രോജൻ ഹോഴ്സ് ഒരിക്കൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് യൂസ്ഫുൾ പ്രോഗ്രാമായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സീരിയസ് ഡാമേജ് ക്രിയേറ്റ് ചെയ്യും. കാരണം എല്ലാ ഫയൽസും ഡിലീറ്റ് ചെയ്യും. അതേപോലെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്രോഗ്രാമാണ് ട്രോജൻ ഹോഴ്സ്. അടുത്ത ത്രെറ്റാണ് ഹാക്കിംഗ്. Hacking is performed both by computer security experts and by computer criminals. ഹാക്കിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്നത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ അത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എക്സ്പേർട്സും ഹാക്ക് ചെയ്യാറുണ്ട്, അതേപോലെ കമ്പ്യൂട്ടർ ക്രിമിനൽസും ഹാക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 ഹാക്കിങ്ങിനെയും 2 രീതികളാണ്. ഒരു ഹാക്കിംഗ് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റ് ഹാക്കിംഗ് അത് ചീത്ത രീതിയിലാണ് നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എക്സ്പേർട്സ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന എക്സ്പേർട്സ് ആയിരിക്കും. അപ്പോൾ അവർ സ്വയം ഹാക്ക് ചെയ്ത് എവിടെയെങ്കിലും വിള്ളലുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എക്സ്പേർട്സ്. എന്നാൽ കമ്പ്യൂട്ടർ ക്രിമിനൽസ് അങ്ങനെയല്ല, മനഃപൂർവ്വം അത് സിസ്റ്റത്തിന് ഹാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും നുഴഞ്ഞു കയറി അതിലുള്ള മറ്റുള്ളവരുടെ പ്രൈവസി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലുള്ള ഡാറ്റ ഇൻഫോർമേഷൻ ചോർത്തുന്ന ആൾക്കാരാണ് ക്രിമിനൽസ്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ എക്സ്പേർട്സ് പെർഫോം ഹാക്കിംഗ് ടു ടെസ്റ്റ് ദ സെക്യൂരിറ്റി ആൻഡ് ഫൈൻഡ് ദ വൾനറബിലിറ്റീസ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ചെയ്യുന്നത് അത് സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും നെറ്റ്വർക്കിൽ എവിടെയെങ്കിലും ഒരു എറർ ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കമ്പ്യൂട്ടർ എക്സ്പേർട്സ്. സച്ച് എക്സ്പേർട്സ് ആർ ഓഫൻ കോൾഡ് വൈറ്റ് ഹാറ്റ് ആൻഡ് സച്ച് ഹാക്കിംഗ് ഈസ് കോൾഡ് എത്തിക്കൽ ഹാക്കിംഗ്.
അതൊരു എത്തിക്സിനുള്ള ഹാക്കിംഗ് ആണ്. കാരണം അവർ മനഃപൂർവ്വം നമ്മളെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറാൻ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എക്സ്പേർട്സിനെയാണ് വൈറ്റ് ഹാറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഹാക്കിങ്ങിനെ പറയുന്ന പേരാണ് എത്തിക്കൽ ഹാക്കിംഗ്. ഓക്കെ, അപ്പോൾ അവർ ക്രിമിനൽസ് അല്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ക്രിമിനൽസ് ബ്രേക്ക് ഇൻ ടു സെക്യൂർ നെറ്റ്വർക്ക്സ് ടു ഡിസ്ട്രോയ് ഡാറ്റ ഓർ മേക്ക് ദ നെറ്റ്വർക്ക് യൂസബിൾ. മറ്റുള്ളവരുടെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ ഡാറ്റ ഡിസ്ട്രോയ് ചെയ്യൽ, പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ ഇൻഫോർമേഷൻസ് എല്ലാം ചോർത്തുന്ന ക്രിമിനൽസിനെയാണ് കമ്പ്യൂട്ടർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. സോ ദേ ഡു ദിസ് വിത്ത് ദ ഇൻറ്റൻറ്റ് ഓഫ് സ്റ്റീലിംഗ് കോൺഫിഡൻഷ്യൽ ഡാറ്റ ഓർ ഡിസ്ട്രോയിങ് ഫയൽസ്. മനഃപൂർവ്വം തന്നെ അത് അവരുടെ മറ്റുള്ളവരുടെ കോൺഫിഡൻഷ്യലായ ഡാറ്റ ചോർത്താനും ആ ഫയൽസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യാനും ചെയ്യുന്ന ക്രിമിനൽസിനെയാണ് നമ്മൾ പറയുന്നത് ബ്ലാക്ക് ഹാറ്റ് ഓർ ബ്ലാക്ക് ഹാക്കേഴ്സ്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ്. ഒന്ന് എത്തിക്കൽ ഹാക്കിങ്ങും അല്ലെങ്കിൽ വൈറ്റ് ഹാറ്റും, രണ്ടാമത് ബ്ലാക്ക് ഹാറ്റും. സോ വൈറ്റ് ഹാറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ആണ്, എന്നാൽ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ക്രിമിനൽസ് ആണ്. ഫിഷിംഗ് is another threat. It is a type of identity theft that occurs online. ഓൺലൈനിലൂടെ മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി ചോർത്തുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയെ മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിലുള്ള യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഇങ്ങനെയെല്ലാം ചോർത്തുന്ന രീതി, അല്ല ചോർത്തുന്ന ഓൺലൈനായിട്ട് ചോർത്തുന്ന ഒരു പ്രോസസ്സാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. It is an attempt to acquire information such as username, password and credit card details by posing as an original website, mostly that of banks and other financial institutions. ഇത് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ബാങ്കുകളുടെയൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ സൈറ്റ് പോലെയുള്ള അതേ രൂപത്തിലും നമുക്ക് ഫീൽ ചെയ്യും. ദാറ്റ്സ് ഒറിജിനൽ സൈറ്റ്. അപ്പോൾ നമുക്കൊരു ഡൗട്ടും ഫീൽ ചെയ്യില്ല, അത് ഒറിജിനൽ സൈറ്റായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റ് അതേപോലെ ഒരു സൈറ്റ് ഉണ്ടാക്കി അത് പോസ്റ്റ് ചെയ്ത് അതിലൂടെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് യൂസർ നെയിം പാസ്വേഡൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ആ യൂസർ നെയിം പാസ്വേഡൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്ത് ഇവർ നമ്മളെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യണം. നമ്മളെ യൂസർ നെയിം പാസ്വേഡും അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം ചോർത്തുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതുപോലെയുള്ള സെയിം ഒരേ രീതിയിലുള്ള സോഫ്റ്റ്വെയർസിൻ്റെ അതേപോലെയുള്ള കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ മോഷ്ടിക്കുന്നത്. ആ രീതിയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ദാറ്റ് ഒക്കേഴ്സ് ഓൺലൈൻ. ഫിഷിംഗ് വെബ്സൈറ്റ്സ് ഹാവ് URLs ആൻഡ് ഹോം പേജസ് സിമിലർ ടു ദെയർ ഒറിജിനൽ വൺസ്. അപ്പോൾ ഫിഷിംഗ് വെബ്സൈറ്റ്സ് കാണുമ്പോൾ നമുക്കൊരിക്കലും അതൊരു എറർ അല്ലെങ്കിൽ അതൊരു കള്ളത്തരമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ URLസും അതേപോലെ ഹോം പേജ് എല്ലാം സിമിലർ ആയിരിക്കും. ഒറിജിനൽ വൺസിനോട് യാതൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. ചെറിയ വ്യത്യാസം എവിടെയുണ്ടോ, പക്ഷെ നമ്മളത് കണ്ടുപിടിക്കില്ല. സോ ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് സച്ച് എ മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ഈസ് കോൾഡ് സ്പൂഫിംഗ്. ഇങ്ങനെ ഒരേ വെബ്സൈറ്റിൻ്റെ തന്നെ അതേപോലെയുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. People are persuaded to visit this spoof website through email. So email attachments വഴിയാണ് നമുക്ക് ഈ സ്പൂഫ്ഡ് വെബ്സൈറ്റ്സ് നമ്മുടെ മെയിലിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അതിലൂടെ എൻ്റർ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായും നമ്മൾ പറ്റിക്കപ്പെടുന്നത്. ഫിഷിംഗ് ഈസ് കറൻ്റ്ലി ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഫിനാൻഷ്യൽ ത്രെറ്റ് ഓൺ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലെ ഏറ്റവും പറ്റിക്കപ്പെടുന്ന, ഏറ്റവും ചൂഷണത്തിന് ഇരയാവുന്നത് ഈ ഫിഷിംഗ് വഴിയാണ്. കാരണം അത് ഒറിജിനൽ വെബ്സൈറ്റ് ആണോ എന്ന് വിചാരിച്ച് നമ്മൾ അറിയാതെ നമ്മൾ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് അവർ ഈസി ആയിട്ടത് മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. DOS attack or denial of service attack. DOS attack is usually aimed at a web server. Mainly ഈ ഒരു അറ്റാക്ക് വെബ് സെർവറിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ സച്ച് ആൻ അറ്റാക്ക് ഫോഴ്സസ് എ സെർവർ കമ്പ്യൂട്ടർ ടു റീസ്റ്റാർട്ട്. അപ്പോൾ സെർവറിനെ ജാമാക്കി സെർവറിനെ റീസ്റ്റാർട്ട് ചെയ്യിക്കുക, സെർവറിനെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഈ ഡോസ് അറ്റാക്ക് എന്ന് പറയുന്നത്. It's an attack in which the attacker's goal is to shut down the target server rather than stealing data. Is called DOS attack. അപ്പോൾ ഇവിടെ ഡാറ്റ മോഷ്ടിക്കുക എന്ന രീതിയല്ല, സെർവറിനെ ജാമാക്കി സെർവറിനെ ഷട്ട് ഡൗൺ ചെയ്യിക്കുക എന്നതാണ് ഈ അറ്റാക്കിൻ്റെ ലക്ഷ്യം. A DOS attack interrupts network service for some period, but it does not cause severe damage to files as in the case of a virus attack.
അപ്പോൾ ഈ ഡോസ് അറ്റാക്ക് നമ്മൾ വൈറസ് അറ്റാക്ക് ചെയ്യുന്ന പോലെ ഫയൽസ് നശിപ്പിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. സെർവറിന് എന്ത് ചെയ്യുന്നു, സെർവറിന് കൂടുതലായിട്ട് സെർവറിനെ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ ഷട്ട് ഡൗൺ ചെയ്യിക്കുക അല്ലെങ്കിൽ അതിനെ റീസ്റ്റാർട്ട് ചെയ്യിക്കുക, അങ്ങനെ സെർവറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്കാണ് ഡോസ് അറ്റാക്ക്.